ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു സ്മൂത്തി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഓട്സ് എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിൽ നമ്മൾ ഒരു 8-9 ആൽമണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിയാ സീഡ്സ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അരമണിക്കൂർ ആകുമ്പോഴേക്ക് സോക്ക് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോബസ്റ്റ പഴം അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം, ഞാലിപ്പൂവൻ പഴമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള 5 ഡേറ്റ്സ് ആണ് കേട്ടോ ചേർത്തുള്ളത്. അപ്പോൾ നമ്മൾ വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആൽമണ്ട് ഒരു 5-8 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തുണ്ടായിരുന്ന ഓട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ആ ഓട്സും ഈത്തപ്പഴം എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നവരെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടും 1 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ്സ് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആണ് ഈ ചിയാ സീഡ്സ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചെടുക്കാതെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇത് നേരെ സെർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിയാ സീഡ്സ് ആ ഒരു കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ്സ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും അടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. നല്ലൊരു സ്മൂത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിൽ ഓട്സ് സോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതുപോലെ അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്സ് നല്ല ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.